ഹായ് ഓൾ. ഒരു ചെറിയ പ്രത്യേക തരം കഥ പറയാം. ഇതൊരു കഥ മാത്രമല്ല, ഒരു ചതിയുടെ ചിന്തിപ്പിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമായ കഥയാണ്. അതിനെ ഒരു ചെറിയ കഥ പോലെ പറയാമെന്നതാണ് ശരി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന സ്ഥലത്ത് ഒരു കപ്പൽ മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നാട്ടിലെ ഒരു പണക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നതിനു വേണ്ടി ഉസ്മാൻ എന്ന ആളോട് പെണ്ണ് അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു പെണ്ണിനെ ഫോട്ടോ കാണിച്ച് അത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. ഉസ്മാൻ ഒരു പാൽച്ചായ വാങ്ങിച്ചു കൊടുത്ത് അതിൽ കുറച്ച് പൊടി കലക്കി കൊടുത്തു. അതിലെന്തോ ഒന്നും മന്ത്രിച്ച് അതിലൂതി. അത് കപ്പൽ മുതലാളിക്ക് കൊടുത്ത് അതയാൾ കുടിച്ചു. അയാളത് കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ഉറങ്ങണമെന്ന് തോന്നി. ചെറിയ മയക്കത്തിൽ ഉസ്മാൻ വിളിച്ചെണീപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കൂടി പെണ്ണ് കാണാൻ ഉസ്മാൻ എന്തു ചെയ്തു? അവരുടെ കൂട്ടുകാരെയും കൂടി ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ച പെണ്ണിനെ കാണാൻ പോയി. അത് റെഡിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കല്യാണത്തിന് തയ്യാറെടുക്കാൻ പറഞ്ഞു. കല്യാണം ചെറുങ്ങനെ മതിയെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിക്കുന്നതിന് വേണ്ടി നല്ല സ്വർണവും പണവും ചെലവാക്കി. അങ്ങനെ അടിപൊളിയായി ആടിയും പാടിയും കല്യാണം കഴിഞ്ഞു. അന്നേ ദിവസം വീട്ടിൽ കൂടി ആദ്യ രാത്രി കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കപ്പൽ മുതലാളി കാണുന്നത് ഒരു പൂച്ചയെ കൂടെ കിടക്കുന്നതാണ്. കിടക്കുന്നത് ഒരു കടയുടെ ഉള്ളിലും. എണീറ്റ് ചുറ്റിലും നോക്കി ഭാര്യയെ കണ്ണാലില്ല. പൂച്ചയാണെങ്കിൽ നല്ല സ്നേഹത്തിലുമാണ്. അയാളുടെ സ്വർണവും പണവും കാണാനുമില്ല. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. പൂച്ച അയാളുടെ അടുത്ത വീട്ടിൽ താമസിച്ചു. അത് പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോഴാണ് അദ്ദേഹത്തിന് ചതി മനസ്സിലായത്. ഇതിൽ നിന്നും ഒരു മതവിശ്വാസിക്ക് എന്ത് മനസ്സിലാകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ചതി, വഞ്ചന ഇതൊന്നും തന്നെ ഒരു മതത്തിലും പെട്ടതല്ല എന്നും, ഇതുപോലുള്ള കുതന്ത്രം പയറ്റുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നും, അവർ ദൈവവിശ്വാസിയല്ല, അവർ കാപട്യത്തിൻ്റെ ആൾക്കാരാണ് എന്നും മനസ്സിലാക്കി ഇവരെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക. താങ്ക് യു വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ടു ബി കണ്ടിന്യൂഡ്.